ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അബിൻ വർക്കി സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് CPM-ന് വളരെ പ്രഖ്യാപിതമായ കംപ്ലൈന്റ് ഉണ്ടായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞ ഒരു MLA-ക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയോ? CPM-ന്റെ ഏതെങ്കിലും അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ CPM അയാളെ തള്ളിപ്പറയാനുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ഒരു നിലപാടെടുത്തത്. ഇനി രണ്ടാം ഘട്ടത്തിൽ മറ്റൊരു പരാതി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വന്നു. ആ പരാതി വന്ന ഘട്ടത്തിൽ ആ പരാതിയുടെ അടിയിൽ പേരുണ്ടായില്ല എന്ന കാരണത്താൽ ഞങ്ങൾ ആ പരാതി അവഗണിച്ചില്ല. മറിച്ച് ആ പരാതി ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി DGP-ക്ക് കൈമാറി. എന്ന് പറഞ്ഞാൽ CPM ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ എടുത്ത നടപടി എന്താണ്? അവർ എടുത്തത് തീവ്രത അളക്കുന്ന മെഷീനുമായിട്ട് ആളുകളെ പാർട്ടിക്കാരുടെ വീട്ടിൽ പറഞ്ഞുവിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ പരാതി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ധാർമ്മികമായും ഞങ്ങൾ സ്ത്രീപക്ഷ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്താണോ ഒരു നിലപാട് ഇത്രയും ഉണ്ടായ ഘട്ടത്തിൽ എടുക്കേണ്ടത് അത് എടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇനി ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു CPM-കാരും വരേണ്ട കാര്യമില്ല. കാരണം അത് സ്ത്രീ വിഷയങ്ങളിലായിക്കൊള്ളട്ടെ, അഴിമതി കേസുകളിലായിക്കൊള്ളട്ടെ. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ജയിലിലാണ്. പത്മകുമാറിനെ CPM-ൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? പത്മകുമാർ ഇപ്പോഴും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാമത് ജയിലിലുള്ളത് വാസുവാണ്. ശരി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് രാവിലെ ഷാഫി പറമ്പിലാകട്ടെ, ഇപ്പോൾ അഡ്വക്കേറ്റ് അബിൻ വർക്കി ആകട്ടെ, CPM ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാട്, CPM സ്വർണ്ണക്കൊള്ളയിൽ സ്വീകരിച്ച നിലപാട് തുടങ്ങിയ കാര്യങ്ങളാണ് ആവർത്തിച്ച പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാവരും തന്നെ പാർട്ടി ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നു എന്ന സൂചനകളും നൽകുന്നുണ്ട്.